ബാർഗൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 1600 ലാസ്റ്റ് ഇല്ല ഇല്ല അവൻ പറഞ്ഞു ലാസ്റ്റ് 6 പ്ലേസ് നേരത്തെ 4 പ്ലേസാ പറഞ്ഞത് അല്ല 4 പ്ലേസാന്ന് ഓൾറെഡി പറഞ്ഞത് പക്ഷെ ഇപ്പൊ 6 പക്ഷെ എന്താ പറയാ ഓൾറെഡി ഇവർ പറഞ്ഞു 1500 പറഞ്ഞു ഇവർ അപ്പൊ ഞാനക്ക് അതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ ലാസ്റ്റ് അവൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് പഹൽഗാം വാലിയിലാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പൊന്നു കിട്ടില്ല അനുഭവം കേട്ടോ. ഈ അനുഭവം ഒന്നും ഒരിക്കലും കിട്ടൂലേ. അടിപൊളിയാണ്. ഇതെൻ്റെ ഓള മുമ്പ് പോന്നു. ഓക്കെ, സംഭവം കിടുക്കാഴ്ചയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ലൈഫ് ഇതേപോലെ വന്നിട്ട് ആസ്വദിക്കണം കേട്ടോ. ഇതിനെ വന്ന് പോവെന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സംഭവം അടിപൊളിയാണ്. ജഗ ഞാൻ ക്യാ പോലത്താ എന്ത് പെഹൽഗാം വന്നിട്ടുണ്ടെങ്കിൽ കുതിര സവാരി മസ്റ്റാണ് കേട്ടോ. ഇവർ 3000 ഉറുപ്പ്യൊക്കെ പറയും, പക്ഷേങ്കിൽ 1500 ഉറുപ്പ്യ കൊടുക്കണ്ടോ മാക്സിമം പോയി കഴിഞ്ഞാൽ. അതിലും കുറക്കാൻ പറ്റുമോ കുറപ്പിച്ചോ. പക്ഷെ നമ്മൾ പറഞ്ഞ് തളർന്ന് നമ്മളൊരു ഫയാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഓനാന്ന് ബാർഗെയിൻ ചെയ്തത്. അവരും തളർന്ന് നമ്മളും തളർന്ന് ലാസ്റ്റ് എന്താക്കി 1500-ന് എല്ലാവർക്കും ഒത്തിയത്. ഇതെല്ലാം നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരാണ് കംപ്ലീറ്റ്. ഇവരൊക്കെ നമ്മൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. വാലി നമ്മളിപ്പം പഹൽഗാം ഒരു മിനിറ്റ് സൈഡ് കാണുന്നതാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. കുഞ്ഞിനെയും കൊണ്ടെല്ലാം പോകുന്നുണ്ട് നിങ്ങൾ. അടിപൊളിയാണ് കേട്ടോ. ആ വീടുകളൊക്കെ വേറൊരു സീസണിൽ ഓപ്പൺ ആകുന്നതാണ് കേട്ടോ. ടൂറിസ്റ്റർക്ക് വേണ്ടിയിട്ട് തന്നെ ഓപ്പൺ ആകുന്നതാണ്. ഇപ്പം എല്ലാം ബന്ധാക്കിയിട്ടാണുള്ളത്. ഇവിടെ താമസിക്കുന്ന ആൾ വീടൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്രമാർജി ഉണ്ടായതിനു ശേഷം ഓർക്കുമ്പോൾ തന്നെ വീണ്ടും കാശ്മീരിൻ്റെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അതിങ്ങനെ തിരയടിച്ച് മനസ്സിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ബ്ലോഗ് കാണിക്കാൻ തന്നെ കാരണം അത്രയും മനോഹരമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റും സീനറിയും അതുപോലെ തന്നെ നല്ലൊരു നാട്ടുകാരുമാണ് ഇവിടെ ഉള്ളത്. ഈ കുതിരക്കാരനെയൊക്കെ കണ്ടോ, ഈ 3 കിലോമീറ്റർ നമ്മളെ അത്രത്തോളം കെയർ ചെയ്തിട്ടാണ് അവർ മുകളിലേക്ക് എത്തിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും താഴേക്ക് വീഴുന്നൊക്കെ ഉണ്ട്, എങ്കിലും ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടാവും. എന്നിട്ടും അവരെന്താക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വീണ്ടും നമ്മളെ താഴെ ഈ കുതിര വഴി തന്നെയാണ് എത്തിച്ചത്. നമ്മൾ പോകില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ പേടിക്കണ്ട, നമ്മളുണ്ട് നിങ്ങളെ കൂടെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതെന്നുള്ള രീതിയിൽ വളരെയധികം കെയർ ചെയ്തിട്ടാണ് അവർ നമ്മളെ താഴെ എത്തിച്ചത്. നല്ല അടിപൊളി അനുഭവമാണ് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേങ്കിൽ ഈ ചില ചളിയലിലുള്ള കുന്നുമലൂട്ട മേലോട്ട് കയറുന്നൊരു സംഭവമുണ്ട്. യാ മോനെ സലാത്തും ദിക്റും എല്ലാം ചൊല്ലിപ്പോയി കേട്ടാ. അമ്മാതിരി അവസ്ഥയാണ്. പേടിയാന്നുണ്ടാ? ഇപ്പം പേടിയില്ലല്ലേ? നേരത്തെ പേടിയല്ലേ? നേരത്തെ ഇതേപോലത്തെ കുന്നും വന്ന് അങ്ങ് മേലോട്ടേക്ക് കയറലേനു. യാ മോനെ അതുപോലത്തെ കുന്നെല്ലാം മേലെ കയറണം. ഇതിപ്പോൾ 6 പോയിന്റ് ഉണ്ട് പോലും. 6 പോയിന്റ് വരെ നമ്മളെ കൊണ്ടുവന്നുണ്ട് ഇവർ. അടിപൊളി. കേരള നിങ്ങൾ നടന്നു കയറിയത് കുതിര ഉണ്ടായിരുന്നു. കുതിര നടന്നു. ട്രെക്കിങ് ആസ്വദിക്കുന്ന പിള്ളേരും ഉണ്ട് കേട്ടാ. അതിന് ഉച്ചുവിൻ്റെ മുന്നെല്ലാം വെറുതെ അടിച്ച് പണിയാക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി വ്യൂ ആൻഡ് സൈറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു പ്രാവശ്യം വന്ന് എൻജോയ് ചെയ്യേണ്ടതാണ്. നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ വെറും ഒരു പാട്ട് സോങ്ങിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മഞ്ഞെടുത്ത് എറിയുന്ന ഒരു അനുഭവമല്ല. കുതിര സവാരി എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഞാൻ വെറുതെ ബ്ലോഗിൽ തള്ളി മറിക്കാറില്ല, ഉള്ളതുപോലെ പറയുന്നതാണ്. അടിപൊളി സഫാരിയാണ് ഇവിടെ. നമ്മളെ കൊണ്ടുവരുന്ന ട്രാവൽസുകാർ നമ്മളെ ഇവിടം വരെ ഇറക്കി തരും. ബാക്കി ഇവരോട് ബാർഗെയിൻ ചെയ്ത് പ്രൈസൊക്കെ ഒപ്പിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ ഇതിന് എക്സ്ട്രാ ചാർജൊക്കെ കൊടുത്തിട്ടാണ് ഈ സവാരി നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 800 രൂപക്കെല്ലാം പോയ മലയാളീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് 1500 രൂപയ്ക്കാണ് ഒരു വണ്ടി കിട്ടിയിട്ടുള്ളത്. കാരണം ബാർഗെയിൻ ചെയ്യാനും ഒന്നിനും സമയമില്ല, മടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റ് സെലക്ട് ആക്കിയത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. നല്ല വ്യൂ, നല്ല അടിപൊളി ആംബിയൻസുമാണ്. ഒരു രക്ഷയുമില്ല. കുതിര തീരെ വൃത്തിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബൈ. പിന്നെ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യണേ. എന്നിട്ട് ഒന്നിച്ചു കൂടിക്കോ. നല്ല ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഓരോ റീൽസായിട്ട്.
ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ദുരാ വാലിയിലാണ്. അതായത് ശരിക്കും എന്താ പറയാ, ഓഫ് റോഡ് വണ്ടിയും കൊണ്ട് എങ്ങനെയാ പോകുന്നത് അതിന്റെ അപ്പുറം കേട്ടാ. ശരിക്കും സ്വർഗം കണ്ടുപോയി നരകവും കണ്ടുപോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഭയങ്കര സംഭവമാണ് കേട്ടാ. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാല് കുതിര സവാരി ചെയ്യണം, കരിയും ചെയ്യാ ചിരിക്കുകയും ചെയ്യാം, അങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, 3 കിലോമീറ്ററോളം കുതിരസവാരി നടത്തിയിട്ടാണ് ഈ ഒരു ബൈസ്രാം വാലിയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള അഡ്വഞ്ചറായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ടെൻഷനൊക്കെ അടിച്ചു പോയിന്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ തീവ്രവാദികൾ വന്നിട്ട് അക്രമം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ത്യ അവർക്കുള്ള ശിക്ഷ എന്തായാലും വിധിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്ന ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊന്ന് നടന്നപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. അപ്പോൾ നമ്മൾ അന്ന് പോയ ചില വീഡിയോയുടെ ഭാഗങ്ങളാണ് ഇതിൽ ആഡാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ മുകളിൽ കയറി വന്നതിന് ശേഷം മാഗിയും അതുപോലെ തന്നെ കോഫിയും അതുപോലെ തന്നെ ശരീരം ചൂടാക്കാനുള്ള തീയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത്രയും മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി പ്ലേസാണ്. ഇനി എൻട്രൻസ് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഓർമ്മകളാണ്.